ഫ്രാൻസിലെ ചക്രവർത്തിയായിരുന്ന നെപ്പോളിയനെ കുറിച്ച് എല്ലാവരും കേട്ടിട്ടുണ്ടാകും. നത്തിങ് ഈസ് ഇമ്പോസിബിൾ എന്ന് പ്രഖ്യാപിക്കുകയും അത് തൻ്റെ ജീവിതത്തിലൂടെ തെളിയിക്കുകയും ചെയ്ത വ്യക്തിയാണ് അദ്ദേഹം. ഒരിക്കലും നെപ്പോളിയൻ സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് ഒരു കൈനോട്ടക്കാരൻ വഴിയിലിരുന്ന് കൈ നോക്കുന്നത് കണ്ടു. നെപ്പോളിയൻ അദ്ദേഹത്തിനടുത്ത് ചെന്നു, കൈ കാണിച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, എൻ്റെ കൈ നോക്കിയിട്ട് ഞാനൊരു രാജാവാകുമോ എന്ന് അങ്ങ് പറയാമോ എന്ന് ചോദിച്ചു. കൈനോട്ടക്കാരൻ അദ്ദേഹത്തിൻ്റെ കൈ നോക്കി, നെപ്പോളിയൻ്റെ കൈ നോക്കിയ സമയത്ത് രാജാവാകുന്ന ഒരു ചാൻസും കാണുന്നില്ല. ഉടനെ അദ്ദേഹം പറഞ്ഞു, നീ രാജാവാകില്ല. അപ്പോഴുടനെ തിരിച്ചു ചോദിച്ചു, അതെന്താ ഞാൻ രാജാവാകാത്തത്? ഉടനെ അദ്ദേഹം പറഞ്ഞു, ആ രാജാവാകാനുള്ള ഒരു രേഖയുണ്ട് നിൻ്റെ കയ്യിൽ, പക്ഷെ അതില്ല. നിൻ്റെ കയ്യിൽ ആ ഒരു രേഖ ഇല്ലാത്തത് കൊണ്ട് തന്നെ ആ രേഖ പോകുന്ന ആ ഒരു സ്ഥലവും അദ്ദേഹം കാണിച്ചു കൊടുത്തു. ഈ ഭാഗത്തൂടെയുള്ള രേഖയുണ്ടെങ്കിൽ മാത്രമേ നീ രാജാവാകുകയുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഉടനെ നെപ്പോളിയൻ തൻ്റെ കയ്യിലിരുന്ന കോമ്പസ് കൊണ്ട് അവിടെ ഒരു രേഖ ഉണ്ടാക്കി. കയ്യിൽ നിന്ന് ചോര ചീറ്റി ഒഴുകി. ഇത് കണ്ട നമ്മുടെ കൈനോട്ടക്കാരൻ ഞെട്ടിപ്പോയി. ഉടനെ വീണ്ടും ചോദിച്ചു, ചോര ഒലിക്കുന്ന ആ കൈ കാണിച്ചിട്ട് ചോദിച്ചു, ഞാൻ രാജാവാകുമോ? ഉടനെ കൈനോട്ടക്കാരൻ പറഞ്ഞു, നീ രാജാവല്ല, മറിച്ച് ചക്രവർത്തിയാകുമെന്ന് പറഞ്ഞു. കാരണം അത്രത്തോളം നിശ്ചയദാർഢ്യം നിനക്കുണ്ട്, നീ അതുകൊണ്ട് ചക്രവർത്തിയാകുമെന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം ഫ്രാൻസിൻ്റെ ചക്രവർത്തിയായി വന്ന വ്യക്തിയാണ് നെപ്പോളിയൻ. പലപ്പോഴും നമ്മളങ്ങനെയാണ് തലവര അല്ലെങ്കിൽ ഭാഗ്യം എന്നൊക്കെ പറഞ്ഞ് എല്ലാം പഴിചാരുന്ന സമയത്ത് നമ്മൾക്ക് നമ്മളുടേതായ വഴി വെട്ടി തെളിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ. ഹാവ് എ നൈസ് ഡേ.